ബി.ജെ.പി. പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനെത്തി CPM നേതാക്കൾ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ, P. ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ചടങ്ങിനെത്തി. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എല്ലാ ക്രിമിനലുകളും ഒരു കുടക്കീഴിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. അത് M.V. ജയരാജന്റെയും P. ജയരാജന്റെയും നേതൃത്വത്തിൽ. വിവരങ്ങൾ. നീലിമ, കണ്ണൂർ ജില്ലയിലാകട്ടെ സംസ്ഥാനത്താകട്ടെ ഏതൊരു സ്ഥലത്ത് രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ അതിനെയൊക്കെ തള്ളിപ്പറയുന്നൊരു കാഴ്ചയാണ് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പൊതുവെ കാണാറുള്ളത്. എന്നാൽ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് കണ്ണൂർ തലശ്ശേരിയിൽ ഇന്നലെ നടന്നിരിക്കുന്നത്. വടക്കുംപാട് നിഖിൽ വധക്കേസ്, അതായത് BJP പ്രവർത്തകനായ വടക്കുംപാട് നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജനും സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. BJP പ്രവർത്തകനായ നിഖിലെ 2008 മാർച്ച് 5 ആണ് CPMകാർ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് ശ്രീജിത്ത്. അയാൾ ഏതാനും ദിവസം മുമ്പാണ് പരോളിൽ പുറത്തിറങ്ങിയത്. പരോളിൽ പുറത്തിറങ്ങിയ ശേഷം തലശ്ശേരിയിൽ നിർമ്മിച്ച പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം ഇന്നലെ നിശ്ചയിക്കുകയായിരുന്നു. ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്കാണ് CPMന്റെ നേതാക്കൾ ഒന്നടങ്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി, TP വധക്കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫി, അത്തരത്തിൽ നിരവധി ക്രിമിനലുകളും ഈ ഒരു ചടങ്ങിന് എത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അടക്കമുള്ള ആളുകൾ ഈ ഒരു കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയിരുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായി കൊലപാതകത്തെ തള്ളിപ്പറയുകയും എന്നാൽ രഹസ്യമായി ഇവരെ സഹായിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയായി വേണം ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കാൻ. നീലിമ.